നമ്മളെന്നെ ഒരു വണ്ടിയുടെ ഡെലിവറിയാണ് കാണിക്കണേ. ഈ വണ്ടി ആദ്യം വന്ന സ്റ്റേജും ഇപ്പൊ ഇത് പണിത് ഇതുപോലെ ആക്കിയിട്ടുള്ള സ്റ്റേജൊക്കെയാണ് കാണിക്കണേ. അപ്പൊ എല്ലാവരും വീഡിയോ കാണാ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. വണ്ടി ഡെലിവറി ചെയ്യാനുള്ള പിള്ളേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വീഡിയോക്ക് ഭംഗിയായിട്ട് കാണാ, സ്കിപ്പ് ചെയ്യാണ്ട് കാണാ. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് വണ്ടികൾ വേറെ കാണിക്കാനുണ്ട്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണാ. ഇന്നിപ്പോ നമ്മുടെ ഗരുഡ ട്രക്സിന്റെ വീഡിയോയില് നമ്മള് പുതിയൊരു വണ്ടി ഡെലിവറി കൊടുക്കുന്നുണ്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് സ്ഥലം പാലക്കാടാ. ഈ വണ്ടി വന്ന് കാണുന്ന സമയത്ത് സാധാരണ വണ്ടി വരുന്ന മാറ്റൊരു വണ്ടിയായിരുന്നു. അപ്പൊ നമ്മള് ഇതുമാതിരി എല്ലാം പണത് കൊടുക്കാം, ഓരോ ഭാഗങ്ങൾ പണിത് കൊടുക്കാം. പക്ഷെ അവർക്ക് അവരുടേതായ കുറെ ഐഡിയകൾ ഉണ്ടായിരുന്നു. വണ്ടി എങ്ങനെയായിരിക്കണം, ആ വണ്ടി പണിത് ഇറങ്ങുമ്പോ എങ്ങനെയായിരിക്കണം എന്നുള്ള കുറെ ഐഡിയകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടി പണിയുന്ന സജീബും ഇവരും തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് ഇവര് തമ്മിൽ സംസാരിച്ച് ഒരു ധാരണ ആയതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഈ വണ്ടി നമുക്ക് ഇറങ്ങിയിരിക്കണേ. അപ്പൊ വണ്ടി ഇപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളും കംപ്ലീറ്റ് കിട്ടി, എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഇവർക്ക് അഗ്രിമെന്റും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തോണ്ട് വണ്ടി ഇപ്പൊ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുന്ന സമയമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയണ മാതിരി തന്നെ വണ്ടിയുടെ എല്ലാ ഗ്യാരണ്ടിയും ക്വാളിറ്റി ഒക്കെ നമ്മൾ കൊടുത്തോണ്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിലേറെ മനസ്സിലൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെയൊക്കെ പണത് പോകല് വളരെ കുറവാണ്. സാധാരണ വണ്ടി നമ്മുടെ രീതിയിൽ പണത് പോകലാണ് ഉണ്ടാവണേ. ഇത് ഇവരുടെ ഐഡിയയിൽ വണ്ടി പണത് കൊടുക്കല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമുക്ക് ഉണ്ട് വണ്ടി ഇറങ്ങി പോണേന്റെ. ബാക്കി നമ്മളായിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഇവരോട് വെക്കും. നമ്മുടെ ഡീലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല വെറുപ്പിക്കലോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടു അല്ലെ? വന്നപ്പോൾ നിങ്ങളുടെ സംസാരവും എല്ലാം കൂടി നമുക്ക് മനസ്സിലായി. നമ്മള് നല്ല ഭാഗത്താ വന്ന് പെട്ടില്ല. നമ്മളൊരിക്കലും നിങ്ങളെ പറ്റിക്കില്ല അല്ലെങ്കിൽ ചതിക്കില്ല അല്ലെ? നിങ്ങളെ അല്ലെ? ഞങ്ങള് മറ്റേ മൂവാറ്റുപുഴ പോയിട്ട് ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് നോക്കിയ ശേഷം മൂവാറ്റുപുഴ പോയി. ഞങ്ങൾക്കൊരു തൃപ്തിയിലാണ് ഞങ്ങൾ പിന്നെ ആ വണ്ടി മതി, ഞങ്ങളിപ്പോ വരാം, ടോക്കൺ തരാം അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. നമ്മൾ അഡ്വാൻസ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ രീതിയില് നിങ്ങളുടെ പണി ഇതിന് നമ്പർ വന്നു, അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി തന്നു. അപ്പൊ നമ്മൾ മൂപ്പരായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഐഡിയയിൽ വണ്ടി മുതൽ ഇങ്ങനെ ആക്കിയെടുത്തു. എനിക്ക് സാധാരണ ഡീലിംഗിൽ കൂടുതൽ ഇവരോടുള്ള ഒരു സന്തോഷം എന്താ വെച്ചാല് ഈ വണ്ടി നമ്മൾ ഇങ്ങനെ പണി എന്നൊക്കെ പറഞ്ഞപ്പോ അവരത് മനസ്സിലാക്കി അംഗീകരിച്ച് ഒന്നുമല്ലാത്ത ഒരു വണ്ടിക്ക് അഡ്വാൻസ് തരാനുള്ളൊരു ധൈര്യം അവര് കാണിച്ചു. നമ്മൾ സാധാരണ കച്ചവടക്കാരെ 100-90% ധൈര്യം ഉണ്ടാവില്ല. കാരണം വണ്ടി കച്ചവടം ആവണ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അഡ്വാൻസ് കിട്ടിയാൽ പിന്നെ നമ്മുടെ വകുപ്പും ഭാഷയൊക്കെ മാറും. അപ്പൊ അതിന് ബദലായിട്ട് അവര് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. നമ്മുടെ വണ്ടിക്ക് ആ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളായിട്ട് ഡീൽ ചെയ്യാൻ അവരൊരു ധൈര്യം കാണിച്ചു. അതിന്റെ ഇനി ബാക്കി ഇവരും സജീബും തമ്മിലുള്ള സംസാരമാണ്. സജീബ് വണ്ടി മാതന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സജീബ് പറയും. സജീവേട്ടാ മൈക്ക് കൊടുത്തു തീർച്ചയായിട്ടും ഇവിടെ വന്ന് എടുക്ക വണ്ടി. പ്ലസ് എന്താ പറഞ്ഞ ഇതുപോലത്തെ നമ്മള് കണ്ട സജീവായിട്ടുള്ള എല്ലാം റെഡി ആക്കി കൊടുത്തു. നിങ്ങൾ എന്തോ ഈ വണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചന്തമാക്കണം ഈ വണ്ടി. ബാക്കി മൂപ്പര് പറയും. ഇപ്പൊ ഗരുഡ ട്രക്സിന് ഒരു വണ്ടി മേടിച്ചപ്പോ ഈ കൊല്ലല്ലായിരുന്നു വണ്ടിക്ക്. പിന്നെ ഇവർക്ക് കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇങ്ങനത്തെ ഓൾട്രേഷൻ കൂടുതലും ചെയ്യാറില്ല. അപ്പൊ ഇവർക്ക് ഓൾട്രേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഗ്രില്ല്, മിറർ കവർ, അതേമാതിരി ബമ്പർ സ്കേർട്ട്, മുകളിൽ കാരിയറിന്റെ ഓൾട്രേഷൻ, അതേമാതിരി കോർണർ മിറർ, അങ്ങനെ സകലമായ സാധനങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഇവരുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തു കൊടുത്തതാണ്. ഇവർക്ക് വണ്ടി കണ്ടു ഇഷ്ടമായെന്ന് തോന്നുന്നു. നല്ല ഇഷ്ടമായി തോന്നുന്നില്ല, നല്ല ഇഷ്ടമായി. സ്റ്റിക്കർ വർക്ക് അതുപോലെ ഇവര് ദിവസവും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടായി. ഓരോ പ്ലാനിങ് ഇവരും തരും, നമ്മൾ അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുത്തു.